നമസ്കാരം, ഞാൻ രശ്മിയാണ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പി കാണാം. ആദ്യം കപ്പ വേവിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊരു 1 ലിറ്റർ വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളച്ചു വന്നിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ കപ്പയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു 800 മുതൽ 850 ഗ്രാം വരെ ഉണ്ടാവുക. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഓരോ കപ്പേന്റെ വേവും വ്യത്യാസമായിരിക്കില്ല. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി ഫോർക്ക് വെച്ചിട്ട്. ഇതിപ്പോ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയും ഒന്ന് ചതച്ച് ചേർക്കണേ. ഞാനിവിടെ ഒരു 20 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഇല്ലെങ്കിൽ ഒരു 2 or 3 പച്ചമുളക് എടുത്താൽ മതി. അതൊന്ന് ചതച്ചെടുക്കുക. ഇതിലേക്കൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് തീരെ ചെറുതാണ്, അതുകൊണ്ടാണ് 10 എടുത്തത്. അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 5 or 6 എടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുന്നുണ്ട്. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഈ ഒരു ഭാഗത്തിന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ ഉപ്പ് വരെ ചേർക്കാം. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടായിരുന്നു കപ്പ തിളപ്പിച്ചെടുത്തിരുന്നത്. ആ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളകും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കപ്പയൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കണമെന്നില്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാം. ഇതിലേക്കൊരു 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ കപ്പയൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക. കപ്പയിലെ ചിലപ്പോൾ അടിയിൽ പിടിച്ചാൽ അതുകൊണ്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കപ്പ നന്നായിട്ടങ്ങ് തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ലോണം ഒന്ന് കുറുകി വരും. നന്നായിട്ട് കുറുകി ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള 1ാം പാലാണ് തേങ്ങാപ്പാല്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കപ്പ മുഴുവനായിട്ടും ഉടഞ്ഞിട്ടൊന്നുമില്ല, ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കടുക് വറുത്തിട്ടും ചേർക്കാം. കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 5 or 6 ചെറിയുള്ളി വട്ടത്തിൽ ഒരേ കനത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് 2-3 വറ്റൽമുളക് മുറിച്ചതോ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് ഇളക്കിയതിന് ശേഷം നമുക്കിത് പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, പാൽക്കപ്പ ഇച്ചിരി തണുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല എരിവുള്ള മീൻകറിയോ അതല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാത്തവര് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.